ഇന്നലെ വളരെ സങ്കീർണമായ വൃത്തിജ്ഞാന പ്രക്രിയയെ വിശദീകരിച്ചുവല്ലോ. സാമാന്യം പറഞ്ഞു, വിശദീകരിച്ചിട്ടൊന്നുമില്ല. വിശദീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഗഹനമായി പോകും. അങ്ങനെ സാമാന്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ വൃത്തിജ്ഞാനം ഉണ്ടാകുമ്പോൾ വിഷയാനുഭവം ഉണ്ടാകുന്നു, വൃത്തിജ്ഞാനം നശിക്കുമ്പോൾ ഇല്ലാതാകുമ്പോൾ വിഷയഭാനം ഇല്ലാതാകുന്നു. അഥവാ പുറത്തുള്ള വിഷയാകാരം ഇല്ലാതാകുമ്പോൾ വൃത്തിജ്ഞാനവും ഇല്ലാതാകുന്നു. പുറത്തുള്ള വിഷയാകാരം ഇല്ലാതാകുമ്പോൾ വൃത്തിജ്ഞാനവും ഇല്ലാതാകുന്നു. അങ്ങനെ ആവില്ല, അവിടെ തെറ്റി. പുറത്തുള്ള വിഷയം ഇല്ലാതായാലും വൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൃത്തിജ്ഞാനം ഉണ്ടാവും. വർഷങ്ങൾക്ക് മുൻപ് ഒരു യന്ത്രത്തിൽ കുടുങ്ങി കൈ നഷ്ടപ്പെട്ട ഒരു വ്യക്തി, കൈയിൻ്റെ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടുന്നാണ് മുറിഞ്ഞു പോയതാണ്, തീർത്തും മുറിഞ്ഞു പോയതാണ്. അയാൾക്ക് ഇപ്പോഴും വിരലിന് തരിപ്പ്, വേദന ഒക്കെ തോന്നാറുണ്ട്. ഇല്ലാത്ത വിരലിന് തരിപ്പുണ്ട്. അതെ, ഒരു പ്രായം വരെ കണ്ണ് കണ്ട ഒരാൾ അതിനുശേഷം 100% അന്ധനായി മാറി. അയാൾ സ്വപ്നത്തിൽ കാണും. എന്നാൽ ജന്മനാ അന്ധനായ വ്യക്തി സ്വപ്നത്തിൽ കാണില്ല. സ്വപ്നം കേൾക്കും, രുചിക്കും, മണക്കും, സ്പർശിക്കും, കാണില്ല. അപ്പൊ വിഷയം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപേക്ഷയിലല്ല, ഒരു വിഷയത്തിൻ്റെ വൃത്തിബോധം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലെങ്കിൽ അത് വീണ്ടും വീണ്ടും സജീവമായി വരും. അതിന് ബാഹ്യ വിഷയത്തിൻ്റെ അപേക്ഷയില്ല. വൃത്തി ഉണ്ടാവാൻ ബാഹ്യ വിഷയം ഇപ്പോൾ വേണ്ട. ഒരിക്കലുണ്ടായ വൃത്തിയെ ചിത്തത്തിൽ ശേഖരിച്ചു കഴിഞ്ഞാൽ ആ ചിത്തത്തിൽ നിന്ന് അത് മനസ്സിലേക്ക് വന്ന് സ്മൃതി രൂപത്തിൽ പ്രകാശിക്കും. ഇതാണോ പറഞ്ഞത്? അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ യോജിക്കുന്നു, ഈ വാചകത്തോട് യോജിക്കുന്നില്ല. ഈ ചിന്ത ശരിയാണോ സ്വാമിജി? ശരിയല്ല, തെറ്റാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ അങ്ങനെയെന്നുള്ള പിന്നെ വരുന്നില്ലല്ലോ. കാരണം തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയെങ്കിൽ വരുന്നില്ല. ആത്മജ്ഞാനോദയത്തിൽ ആ വൃത്തി അല്ലെങ്കിൽ ആത്മഭാനം ഇല്ലാതാകുന്നുണ്ടോ? എന്തുകൊണ്ട്? ആ വിഷയം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. സുദൃഢമായ വിജ്ഞാന ദശ വരെ വീണ്ടും അവിദ്യ ഉദിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ വിജ്ഞാനിയിൽ ഒരിക്കലും അവിദ്യ പ്രകാശിക്കില്ല.